നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ്, അതുപോലെ ശ്രമകരമായ അന്വേഷണത്തിനും തെരച്ചിലിനും ഇടയിൽ അതിനെ തുടർന്നാണ് ഇപ്പോൾ അർജുൻ്റെ ബോഡി കണ്ടെത്താനായിട്ടുള്ളത്. അർജുൻ്റെ വാഹനവും ലോറിയും അതുപോലെ തന്നെ അതിൻ്റെ ക്യാബിനകത്ത് മൃതദേഹവും കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ ജില്ലയിലെ 2 മന്ത്രിമാർ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഇവിടുത്തെ MLA തോട്ടത്തിൽ രവീന്ദ്രൻ, ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാവരും, അതുപോലെ ഈ പ്രദേശത്തെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റ മനസ്സാലെ ഇടപെട്ടു. മുഖ്യമന്ത്രി തന്നെ, സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. വിവരമറിഞ്ഞ ഘട്ടം മുതൽ സംസ്ഥാനത്തെ ഭരണ സംവിധാനം കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നതിന്, അർജുനെ കണ്ടെത്തുന്നതിന് എല്ലാവിധത്തിലുമുള്ള ഇടപെടൽ നടത്തുകയുണ്ടായി. എല്ലാവരും കൂടിച്ചേർന്ന് നടത്തിയിട്ടുള്ള വലിയൊരു പരിശ്രമത്തിൻ്റെയും അതിനെ തുടർന്നുള്ള തെരച്ചിലിൻ്റെയും ഭാഗമായിട്ടാണിപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അതവിടെ DNA ടെസ്റ്റിന് വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അഭിപ്രായം. അങ്ങനെ അതുകൂടി കഴിയുമ്പോഴാണ് ഔദ്യോഗികമായ ആൾ അർജുൻ തന്നെയാണ് എന്ന സ്ഥിരീകരണം ഉണ്ടാവുക. അതിനെ തുടർന്ന് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഇവിടെ മൃതദേഹം സംസ്കരിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ടെല്ലാം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എല്ലാ നിലയിലും അത് ഇവിടെ കുടുംബത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം നീക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും ഇവിടുത്തെ ജനപ്രതിനിധികളുമെല്ലാം ഈ കുടുംബത്തോടൊപ്പം പൂർണ്ണ മനസ്സാലെ ഇന്നലെ വരെ ഉണ്ടായതുപോലെ തുറന്നുണ്ടാവും.